കാസർഗോഡ് ഭാര്യയെ മുത്തലാഖ് ചൊല്ലി പള്ളിയിലെ ഇമാം. കാസർഗോഡ് ദേലാംപാടി സ്വദേശി റാഫിദയെയാണ് ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയത്. വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നായയെ പോലെ നിൽക്കണമെന്ന് പറഞ്ഞ് മർദ്ദിച്ചുവെന്നും ഗർഭാവസ്ഥയിലും ക്രൂരമായി മർദ്ദിച്ചുവെന്നും യുവതി പോലീസിൽ പരാതി നൽകി. വിവരങ്ങളുമായി അനഘ ഹർഷനുണ്ട്. അനഘ, കൂടുതൽ വിവരങ്ങൾ. ശാരീരികമായിട്ട് എത്രത്തോളം ദ്രോഹിക്കുന്നു, എത്രത്തോളം പ്രയാസപ്പെടുത്താൻ പറ്റുന്നുണ്ട്, അത്രത്തോളം പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ഇവള് പ്രഗ്നൻസി സമയത്ത് 1 മാസം ആയ സമയത്ത് പോലും വയറ്റത്തേക്ക് അടിക്കുകയും വയറ്റത്തേക്ക് ചവിട്ടുകയും അടിക്കുകയും ചെയ്തിട്ടുണ്ട്. മുത്തലാഖ് ചെല്ലുന്ന ഇപ്പോൾ ഏകദേശം ഒരു 10-20 ദിവസമായിട്ടുണ്ടാവും. യുവതിയുടെ ബന്ധു പ്രതികരിക്കുന്ന ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ കേട്ടത്. വിവരങ്ങളുമായി ഇപ്പോൾ അനഘ ഹർഷനുണ്ട്. അനഘ, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദൃശ്യ, കാസർഗോഡ് ദോലംപാടി സ്വദേശിയായിട്ടുള്ള റാഫിദ, 22 വയസ്സുള്ള റാഫിദയാണ് ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയെന്ന പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ ഭർത്താവിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. ഈ യുവതിക്ക് സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന പേരിൽ ആദ്യം മുതൽ തന്നെ, കല്യാണം കഴിഞ്ഞ വർഷമാണ്, 2 വർഷം മുൻപാണ് നടന്നത്, ആ സമയത്ത് പോലും വലിയ രീതിയിലുള്ള ഉപദ്രവം ഈ യുവതിക്ക് നേരെ ഉണ്ടായിരുന്നു. ഈ ഭർത്താവ് ഈ കാസർഗോഡ് തന്നെയുള്ള പള്ളിയിലെ ഇമാമാണ്. ഇബ്രാഹിം ബാദുഷ എന്നാണ് ഇയാളുടെ പേര്. ഇയാൾക്കെതിരെയാണ് ഈ യുവതി ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഗർഭാവസ്ഥയിൽ ഈ വയറ്റിൽ ചവിട്ടി, മാത്രമല്ല പല ഘട്ടത്തിൽ പോലും ഈ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഒരു നായയെ പോലെ നിൽക്കണം, ശബ്ദിക്കാൻ മിണ്ടാതെ ഇരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പലപ്പോഴും മർദ്ദിക്കുമായിരുന്നു. ഈ ഭർത്താവ് ബാദുഷ മാത്രമല്ല, ഇവരുടെ മാതാവും പിതാവും തന്നെ ഉപദ്രവിക്കാറുണ്ട് എന്നുകൂടി ഈ യുവതി പറയുന്നു. യുവതിയുടെ ബന്ധുക്കൾ നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും മാത്രമല്ല, ഇവർക്കിപ്പോൾ ഒരു കുഞ്ഞു കൂടിയുണ്ട്. ഈ കുഞ്ഞിന്റെ പിതൃത്വത്തെ ചൊല്ലി പോലും വലിയ രീതിയിലുള്ള തർക്കം അവിടെ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും വലിയ മർദ്ദനം ഈ യുവതിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ സഹിച്ചാണ് ആ വീട്ടിൽ നിന്നിരുന്നത്. അതിനുശേഷമാണ് 2 ദിവസങ്ങൾക്ക് മുൻപ് 2 തലാക്ക് ചൊല്ലി, അതിനുശേഷം വീണ്ടും 1 തലാക്ക് കൂടി ചൊല്ലി. ഇസ്ലാം മതപ്രകാരം ഇത്തരത്തിൽ 3 തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ആ വിവാഹബന്ധം വേർപെട്ടു, പിന്നീട് ആ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കരുത് എന്നാണ് ആ ഇസ്ലാം മതപ്രകാരം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭർത്താവ് 2 തലാക്ക് നേരത്തെ തന്നെ ചൊല്ലി, അതിനുശേഷം പിന്നീട് 2 ആഴ്ചയ്ക്ക് മുൻപ് ഇത്തരത്തിൽ 1 തലാക്ക് കൂടി ചൊല്ലി. അതോടെ ഈ ബന്ധം ഒഴിവായി എന്നാണ് ഈ പള്ളിയിലെ ഇമാമായിട്ടുള്ള ഇബ്രാഹിം ബാദുഷ പറയുന്നത് എന്നാണ് ഈ യുവതി പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ യുവതി ഈ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിക്ക് മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ഈ യുവതിയുടെ കുടുംബത്തോട് ചോദിച്ച സമയത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായൊരു നീക്കം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല എന്നാണ് ഈ യുവതിയുടെ കുടുംബം പറയുന്നത്. മാത്രമല്ല, ഈ കാസർഗോഡ് ജില്ലയിൽ ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ 4-ലധികം മുത്തലാഖ് പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ യുവതിക്ക് ഈ ഭർത്താവിൽ ആയിട്ടുള്ള ഇബ്രാഹിം ബാദുഷയിൽ നിന്ന് വലിയ മർദ്ദനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. എന്നിട്ട് പോലും അതൊക്കെ സഹിച്ച് വ്യക്തമാണ്. അനഘ ഹർഷനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.